അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക തിരിമറികളുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങൾ മറച്ചുവെച്ച് ജീവനക്കാർ സോക്സിലും പോക്കറ്റിലുമായി പണം കടത്തിയെന്നും ശുചിമുറിയിൽ പണം ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയുള്ള UP പോലീസിന്റെ പ്രത്യേക SITയുടെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് ട്രസ്റ്റികൾ കോടികളുടെ ആസ്തി ഉണ്ടാക്കിയെന്നുള്ള വാർത്തകളും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാമന്റെ പേരിൽ വോട്ട് ചോദിച്ചവർ ഇപ്പോൾ രാമന്റെ പേരിൽ വന്ന ഭണ്ഡാരവും അടിച്ചു മാറ്റുകയാണോ? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ ഏതൊരു വിശ്വാസിയുടെയും രക്തം തിളയ്ക്കും. അതെ, ഇന്ത്യൻ ജനതയുടെ വിശ്വാസം എങ്ങനെയാണ് ഒരു വിപത്തായി ചിലർ മാറ്റിയെടുക്കുന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും പണവും ഭക്തർ അയോധ്യയിലേക്ക് ഒഴുക്കിയപ്പോൾ അതിനെയെല്ലാം ഒന്നടങ്കം പിടുങ്ങാനായി ശ്രമിച്ച ചിലരുടെ നടപടികൾ വലിയ കൊള്ളയിൽ കലാശിച്ചത്. അവിനാശ് ശുക്ല എന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം കാമുകിക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ ആണത്രേ കട്ട മുതൽ കൊണ്ട് വാങ്ങിക്കൊടുത്തത്. 50 കോടിയോളം രൂപയാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ സ്വന്തമായി അടിച്ചു മാറ്റിയത്. ഇന്ന് ഇയാൾ 50 കോടിയുടെ സ്വത്തിനുടമ. ചിന്തിച്ചു നോക്കൂ, ഈ കൊള്ളയുടെ ആഴം എത്രത്തോളം ഉണ്ട്. CCTV ക്യാമറകൾ മറച്ചു വെച്ച് പോക്കറ്റിലും സോക്സിലും വരെ പണം നിറച്ച് ബാത്റൂമിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ പകല് പോലെ വ്യക്തമായ സത്യം. എത്രയോ ഫൂട്ടേജുകൾ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലെ? എന്തായാലും ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഭണ്ഡാരത്തിലെ പണവും അടിച്ചു മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമിച്ച ഈ ട്രസ്റ്റിലെ വിശ്വസ്തർ ഇരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 1500 ജീവനക്കാർക്ക് ഒരു സർവീസ് ചട്ടം പോലും ഉണ്ടാക്കാൻ ഇന്നും ഈ ട്രസ്റ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനും ഫണ്ട് നടത്തിപ്പിനുമായി 2020 കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ് 15 അംഗ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്. മഹാനൃത്യ ഗോപാൽദാസ്, ചമ്പത് റോയ്, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര തുടങ്ങിയവരാണ് ഇതിലെ പ്രധാനികൾ. ക്ഷേത്ര നിർമ്മാണവും കോടിക്കണക്കിന് വരുന്ന സംഭാവനകളും കൈകാര്യം ചെയ്യലാണ് ഇവരുടെ പ്രധാന ചുമതല. നിയമപരമായി ഇതൊരു സ്വതന്ത്ര ട്രസ്റ്റ് ആണെങ്കിലും ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. മുതിർന്ന IAS ഉദ്യോഗസ്ഥരും അയോധ്യ ജില്ലാ മജിസ്ട്രേറ്റും ഈ ട്രസ്റ്റിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ തന്നെ ക്ഷേത്ര നടത്തിപ്പിലെ ഏതു സാമ്പത്തിക വീഴ്ചകൾക്കും കേന്ദ്ര സർക്കാരിനും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്ന് കൃത്യമായി നമ്മൾ പറയേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. ഇത്രയൊക്കെ തെളിവുകൾ പുറത്തു വന്നിട്ടും ഇതിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ചില ന്യായീകരണ തൊഴിലാളികളുടെ ക്യാപ്സൂളുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. 1500ഓളം കോടി രൂപയുടെ തിരിമറികൾ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ വമ്പൻ അഴിമതിയുടെ പണം എങ്ങോട്ടാണ് ഒഴുകിയത്? ഈ പണം ഉപയോഗിച്ചാണോ ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കുതിര കച്ചവടങ്ങളിലൂടെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ഇന്ധനമായി മാറ്റിയത് എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത് വെറും ഒരു മോഷണമല്ല, കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുമോ? അതോ കൂട്ടിലടച്ച കിളികളാകുമോ അന്വേഷണ ഏജൻസികൾ? വലിയ സ്രാവുകളെ സംരക്ഷിച്ച് താഴെത്തട്ടിലുള്ള ചിലരെ മാത്രം ബലിയാടാക്കി ഈ കേസ് ഒതുക്കി തീർക്കുമോ എന്നുള്ളത് തന്നെയാണ് ജനം ഉറ്റുനോക്കുന്നത്. ഭക്തിയെ വിറ്റ് കാശാക്കുന്ന ഈ കച്ചവടക്കാരെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഇന്ത്യൻ ജനത തയ്യാറാകണം. പലരും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാൻ മടിക്കുന്നിടത്താണ് നമ്മൾ ഈ വീഡിയോകളുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഗുഡ് ബൈ.